ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിലായിട്ട് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി പറഞ്ഞു, പിന്നെ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി പറഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മോളിക്കുലാർ സീവ് അല്ലെങ്കിൽ ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രഫിയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ടൈപ്പ് ഓഫ് കോളം ക്രോമാറ്റോഗ്രഫിയാണ്. ഇതിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് കമ്പോണൻസിൻ്റെ മോളിക്കുലാർ സൈസിനനുസരിച്ചാണ്. മോളിക്കുലാർ സൈസിനനുസരിച്ചിട്ടാണ് കമ്പോണൻസിനെ ഈ ഒരു മോളിക്കുലാർ സീവ് ക്രോമാറ്റോഗ്രഫി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റഡ് ആക്കുന്നത്. കമ്പോണൻസിൻ്റെ സൈസ് വെച്ചിട്ടാണ്. ഇതിൽ സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജെൽ ബീഡ്സ്, പോറസ് സിലിക്ക, ഗ്ലാസ് ഗ്രാന്യൂൾ, അങ്ങനെയുള്ള പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. പോറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ്, അതായത് നമ്മുടെ കമ്പണൻസ് ഡിസോൾവ് ചെയ്യാത്ത തരത്തിലുള്ള സോൾവെൻറ്റ്, അതായത് നമ്മൾ നോൺ പോളാർ ആയിട്ടുള്ള ഹെക്സേന്, ബെൻസേന്, അങ്ങനത്തെ സോൾവെൻറ്റിനാണ് നമ്മൾ മൊബൈൽ ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ കോളം ക്രോമാറ്റോഗ്രഫി ആകുമ്പം നോർമലി എന്തുണ്ടായിരിക്കും, കോളം ഉണ്ടായിരിക്കും. ആ കോളത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ജെൽ ബീഡ്സ് ഫില്ല് ചെയ്യും. ജെൽ ബീഡ്സ് ഫില്ല് ചെയ്യും എന്തായിട്ട്, സ്റ്റേഷനറി ഫേസ് ആയിട്ട്. പിന്നെ നമ്മൾ റിസർവോയറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള സോൾവെൻറ്റ് മൊബൈൽ ഫേസ് ആയിട്ടും എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്ലോ നമ്മൾ സ്റ്റോപ്പർ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ ക്രോമാറ്റോഗ്രഫിയിലുള്ള ഒക്കെ പോലെ തന്നെ സ്റ്റോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മൊബൈൽ ഫേസ് എന്തുമായിട്ട് മിക്സപ്പ് ആകും, നമ്മുടെ മിക്സ്ചറിലുള്ള കമ്പോണൻസുമായിട്ട് മിക്സപ്പ് ആകും. മൊബൈൽ ഫേസിൽ ഈ കമ്പോണൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും, മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഇനി മൊബൈൽ ഫേസ് ജെൽ ബീഡ്സിലൂടെ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൽ കമ്പോണൻസ് ഉണ്ട്, നമ്മുടെ മിക്സ്ചറിലെ കമ്പോണൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കമ്പോണൻസിൽ ചെറിയ ചെറിയ കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു മോളിക്കുലർ സൈസിനനുസരിച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ ചെറിയ കമ്പോണൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജെൽ ബീഡ്സിൻ്റെ ഉള്ളിൽ ചെറിയ സുഷിരങ്ങളുണ്ടായിരിക്കും. ആ സുഷിരത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ട്രാപ്പ്ഡ് ആവും. ആ സുഷിരത്തിനേക്കാൾ ചെറിയ കമ്പോണൻസ് ആ സുഷിരത്തിൻ്റെ ഉള്ളിൽ ട്രാപ്പ്ഡ് ആവും. ഇല്ല, ആ കമ്പോണൻസ് എന്ന് പറയുന്ന വലിയ കമ്പോണൻസ് ചെറിയ കമ്പോണൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ വലിയ കമ്പോണൻസ് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസിലൂടെ എലൂട്ട് ഔട്ട് ചെയ്യും, പുറത്തേക്ക് വരും, താഴെ വരും. നമുക്കത് താഴെ നിന്ന് കളക്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ ചെറുതായിട്ടുള്ള മോളിക്കുലർ സൈസ് കുറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ ജെൽ ബീഡ്സിൻ്റെ പോഴ്സിനേക്കാളും സൈസ് കുറഞ്ഞിട്ടുള്ള കമ്പോണൻസ് എന്ത് ചെയ്യും, ആ ജെൽ ബീഡ്സിൻ്റെ പോഴ്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ്ഡ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാർജ് ആയിട്ടുള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാം, സ്മോൾ ആയിട്ടുള്ളതിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെൻ്റ് എടുത്തിട്ട് ഈ പോഴ്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ്ഡ് ആയിട്ടുള്ള എന്തിനെ എടുക്കും, കമ്പോണൻസിനെ നമുക്ക് എലൂട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും, സ്മോൾ കമ്പോണൻസും ലാർജ് കമ്പോണൻസും ഉണ്ടായിരിക്കും. നമുക്ക് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഈ സ്മോൾ കമ്പോണൻസ് ഓരോ പാസ് ചെയ്തിട്ട് ഇവിടെ എന്താണ്, പോഴ്സിൻ്റെ ഉള്ളിൽ എൻ്റർ ആവുകയാണ്, ആ പോഴ്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുകയാണ്. നേരെ മറിച്ച് നമ്മുടെ ലാർജറായിട്ടുള്ള കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലാർജറായിട്ടുള്ള കമ്പോണൻസ് താഴെ എത്തുന്നുണ്ട്. സ്മോൾ ആയിട്ടുള്ള കമ്പോണൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പോഴ്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവുന്നുണ്ട്. ഇത് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കമ്പോണൻറ്റിൻ്റെ മോളിക്കുലാർ സൈസ്, മോളിക്കുലാർ വെയിറ്റ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്രോട്ടീന്, എൻസൈം, ഹോർമോൺസ്, പോളിസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ്, ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഇതിൻ്റെയൊക്കെ സെപ്പറേഷനും പ്യൂരിഫിക്കേഷനും നമ്മൾ ഈ മോളിക്കുലാർ സീവിങ് അല്ലെങ്കിൽ ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രഫി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.